സി എക്സാംസ് മെയിൽ എഴുതാതെ സെപ്റ്റംബറിൽ എഴുതിയാലോ? ആസ്ക് യുവർ സെൽഫ് ദിസ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾ സെപ്റ്റംബറിൽ എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഒബ്വിയസ്ലി മൈൻഡ് റിലാക്സ്ഡ് ആവും, ടൈമുണ്ട്. പക്ഷെ നിങ്ങൾ പ്രോബ്ലം അപ്പോൾ അവിടെ പോകുന്നുണ്ടോ? എക്സാംസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ എന്തായാലും എഴുതന്നെ വേണം. ആ പ്രോബ്ലം അവിടുന്ന് മാഞ്ഞു പോകുന്നില്ല. ഇനി ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ മെയ് എക്സാംസിൻ്റെ റിസൾട്ട് വന്നു. ആൻഡ് ഒബ്വിയസ്ലി 2 പോസിബിലിറ്റീസ്. ഇമാജിൻ, ഫസ്റ്റ് പോസിബിലിറ്റി നല്ല റിസൾട്ടായിരുന്നു, ഭയങ്കര അടിപൊളി റിസൾട്ടായിരുന്നു, നിങ്ങളെ ഫ്രണ്ട്സൊക്കെ എഴുതിയ ആൾക്കാരൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ വരാൻ പോകുന്ന അടുത്ത ടെൻഷൻ, അയ്യോ മെയ് അറ്റംപ്റ്റ് ഇത്ര എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ അറ്റംപ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആക്കോ, ടഫ് ആക്കോ എന്നുള്ളൊരു സംഭവം, എഴുതിയാൽ മതിയായിരുന്നു എന്നുള്ള റിഗ്രറ്റ്, ഒരുപാട് സംഭവങ്ങൾ. ഓർ സെക്കൻഡ് സിനാരിയോ, മെയ് അറ്റംപ്റ്റ് ടഫായിരുന്നു, പിന്നെ ലൈക്ക് ഭാഗ്യം എഴുതാത്തത് നന്നായി. പക്ഷേ എഴുതാത്തത് കൊണ്ട് നിങ്ങൾ ഓൾറെഡി എന്തായാലും നിങ്ങൾ പാസ്സായ സ്റ്റുഡൻസിൻ്റെ കാറ്റഗറിയിൽ നിങ്ങൾ വരുന്നില്ല. പക്ഷെ സാറെ എഴുതിയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അഗെയിൻ ഞാൻ എന്താണ് എല്ലാവരോടും പറയാ? സി ദ ഓൺലി പീപ്പിൾ ദറ്റ് യു ഹാവ് ടു കൺവിൻസ് ഓവർ ഹിയർ, ഓർ ഓൺലി പീപ്പിൾ ടു ഹൂം യു ആർ ആൻസറബിൾ ഇസ് നിങ്ങളുടെ പാരൻസ് ആണ്. ബാക്കി നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞില്ല, നാട്ടുകാരോട് പറയണ്ട നിങ്ങൾ സി എക്സാം എഴുതാൻ പോവാണെന്നുള്ളത്, അവരോട് പറയാതെ പോയിട്ട് എഴുതിക്കോളി. നൗ സെപ്റ്റംബർ അറ്റംപ്റ്റ് എഴുതുകയാണെങ്കിൽ തന്നെ ക്യാൻ യു മേക്ക് എ സോളിഡ് പ്ലാൻ അടുത്തൊരു 5.5 മാസത്തേക്കുള്ള? വെർബൈ ഏപ്രിലിൽ ഞാൻ എന്താ ചെയ്യാൻ പോണത്, മെയ്യിൽ എന്താ ചെയ്യാൻ പോണത്, ജൂണിൽ എന്താ ചെയ്യാൻ പോണത്, ആൻഡ് ഇറ്റ്സ് എ സോളിഡ് പ്ലാൻ വെർബൈ ഞാൻ സെപ്റ്റംബർ അറ്റംപ്റ്റ് എന്തായാലും പാസ്സാവും എന്നുള്ളതാണോ നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി സെറ്റ് ആയി നിൽക്കുന്ന ഫാക്ടർ? ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് ദാറ്റ് സെപ്റ്റംബറിൽ എഴുതുകയാണെങ്കിൽ എനിക്ക് ടൈം ഉണ്ട്, ഞാൻ റിലാക്സ്ഡ് ആവുക എന്നുള്ള സംഭവം, കുറച്ച് മൈൻഡ് കാം ആവുക എന്നുള്ളത്? മെയ് എക്സാംസ് എഴുതി പാസ്സായാൽ കിട്ടാൻ പോണ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു റിലാക്സൊന്നും എന്തായാലും എക്സാം ഡിഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി മെയ് എക്സാംസ് എഴുതുകയാണ്, ടൈം വളരെ കുറവാണ്. ഓക്കെ, മേ ബി ഐ അഗ്രി, ടൈം വളരെ കുറവാണ്. ഫെബ്രുവരി, ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ 2 മാസം ഉണ്ട്, ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ 1.5 മാസം ഉണ്ട്, 2 മാസം 1.5 മാസം ഉണ്ട്. ആൻഡ് ഐ ക്യാൻ ഗ്യാരണ്ടി യു, നിങ്ങൾ സെപ്റ്റംബർ അറ്റംപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് 5.5 മാസം പ്ലാൻ ഉണ്ടാക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി മെയ് എക്സാംസിന് വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടാക്കാനും നിങ്ങൾക്ക് പോസിബിൾ ആണ്, കഴിയും. യു സ്റ്റിൽ ഹാവ് ഓൾമോസ്റ്റ് 10 days ടൈം പെർ സബ്ജക്റ്റ്. 2 ആഴ്ച റിവിഷന് വേണ്ടി മാറ്റി വെച്ചാലും പെർ സബ്ജക്റ്റ് 10 days ടൈം ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി നിങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും യു ഹാവ് 10 days പെർ സബ്ജക്റ്റ് ആൻഡ് 2 days പെർ റിവിഷൻ. യെസ് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഭയങ്കര എഫക്റ്റീവ് ആവണം എന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് പാസ്സാവാൻ മാത്രം സഫീഷ്യൻ്റ് ആയിട്ട് ആ സബ്ജക്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം നമ്മളെ കയ്യിലുണ്ട്. വാട്ട് ആർ വി സപ്പോസ് ടു ഡു? ICAയുടെ സൈറ്റിൽ പോയിട്ട് സെക്ഷൻ വൈസ് വെയിറ്റേജ് ഉള്ള ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുക. അതിൽ ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ഏരിയാസ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി കൊടുക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് എൻ്റെ പേപ്പറിൽ ലോയിൽ ഞാൻ എന്തായാലും ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റിയിൽ എൻ്റെ സപ്പോർട്ട് മാക്സിമം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഇനി നിങ്ങൾ മെയിൽ എഴുതിയാലും എഴുതിയില്ലെങ്കിലും എക്സാംസ് എന്തായാലും നടന്നു പോകും, സ്റ്റുഡൻസ് എഴുതും, അതിലും പാസ്സാവുന്ന ആൾക്കാരുണ്ടാവും. ആൻഡ് ഐ നോ എ ലോട്ട് ഓഫ് കേസസ് വേർ ചാൻസ് കിട്ടിയിട്ട് വോളണ്ടറിലി എഴുതാതെ അറ്റംപ്റ്റ് ഡെഫർ ചെയ്തിട്ട് അടുത്ത അറ്റംപ്റ്റ് ആകുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ കമ്പൽസറിലി എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന പല കേസസ്, അത് ഹെൽത്ത് ഇഷ്യൂസ് ആവാം, ഹോസ്പിറ്റൽ കേസ് ആവാം. സോ നിങ്ങളായിട്ട് വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി, കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി വെറുതെ കൊണ്ട് കളയാൻ നിൽക്കല്ലേ. ഡെഫിനറ്റ്ലി ഗോ റൈറ്റ് ദി എക്സാംസ്. ആൻഡ് ബൈ ദ വേ, രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നാണ് ലേറ്റ് ഫീസ് അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. I wish you all the best.